Hello dear NEET aspirants, this is AJ from Arcanic. So മക്കളെ 2026 നീറ്റ് എക്സാം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ നീറ്റ് സ്കോർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന വിവിധ തരം കോഴ്സുകളുണ്ട്. അതിലേക്കൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, കുറച്ചധികം കോഴ്സുകൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. MBBS പുറമെ MBBS തന്നെ എന്തൊക്കെ സാധ്യതകളുണ്ടെന്ന് നോക്കാം. MBBS പുറമെ BDS, ആയുർവേദം, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫോറസ്ട്രി തുടങ്ങി നിരവധി കോഴ്സുകൾ നീറ്റ് സ്കോർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ മേ ബി കേട്ടിരിക്കും. ജസ്റ്റ് അലോട്ട്മെന്റ് പ്രോസസ്സിനെ പറ്റി ഒന്ന് പറയാം. ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം, നീറ്റിന്റെ റിസൾട്ട് വന്നോട്ടെ, അതിനുശേഷം ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് അലോട്ട്മെന്റ് പ്രോസസ്സ്, എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് എങ്ങനെയൊക്കെ ഇതിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും ആ ഒരു കാര്യം മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ എയിംസ് കോളേജുകളെ കുറിച്ച് കേട്ടിരിക്കും. ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന അമൃത പോലത്തെ മെഡിക്കൽ കോളേജുകളെ പറ്റി കേട്ടിരിക്കും. കേരളത്തിലെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ് പോലത്തെ മെഡിക്കൽ കോളേജുകളെ പറ്റി കേട്ടിരിക്കും. ഇവിടേക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക, എങ്ങനെ അലോട്ട്മെന്റ് പ്രോസസ് നടക്കും എന്നുള്ള കാര്യം മാത്രമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ രണ്ട് ടൈപ്പ് അലോട്ട്മെന്റ് ആണ് നമുക്കുള്ളത്. ഒന്ന് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ്, കൗൺസിലിംഗ് എന്നുള്ള ടേം ആണ് നമ്മൾ യൂസ് ചെയ്യുക. അലോട്ട്മെന്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടേം കൗൺസിലിംഗ് ആണ്. സോ ഓൾ ഇന്ത്യ കൗൺസിലിംഗും അതേപോലെ തന്നെ സ്റ്റേറ്റിന്റെ കൗൺസിലിംഗ്, അതായത് നമ്മുടേത് കേരളയുടെ കൗൺസിലിംഗുമാണ് നടക്കുക. അപ്പോൾ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് നടക്കുന്ന വെബ്സൈറ്റ് പറഞ്ഞുതരാം. ഇതുവരെ നിങ്ങൾ എക്സാം എഴുതിയതും നിങ്ങൾക്ക് വേണ്ട ഹോൾ ടിക്കറ്റ് നൽകിയതും ഒക്കെ NTA ആയിരുന്നു. NTA വെബ്സൈറ്റ് ത്രൂ ആണ് എല്ലാ കാര്യങ്ങളും നടന്നത്. ഇനി അലോട്ട്മെന്റ് നടക്കാൻ പോകുന്നത്, ഒന്ന് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് നടക്കാൻ പോകുന്നത് MCCയുടെ വെബ്സൈറ്റ് വഴിയാണ്. എന്താണ് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് എന്ന് വെച്ച് പറയാം. രണ്ട്, സ്റ്റേറ്റിന്റെ കൗൺസിലിംഗ്, സ്റ്റേറ്റിന്റെ അലോട്ട്മെന്റ് നടക്കാൻ പോകുന്നത് CEയുടെ വെബ്സൈറ്റ് ത്രൂ ആണ്, വെബ്സൈറ്റ് വഴിയാണ്. ഓക്കെ, ഇതെന്താണ് രണ്ടും എന്ന് പറയാം. ആദ്യം ഓൾ ഇന്ത്യ കൗൺസിലിംഗിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഓൾ ഇന്ത്യ കൗൺസിലിംഗ്, എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാം. ഇപ്പൊ നീറ്റിന്റെ സ്കോർ വന്നതിന് ശേഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. റാങ്ക് ലിസ്റ്റ് വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് മനസ്സിലാവും അല്ലെ, ഓൾ ഇന്ത്യയിൽ എത്രാമത്തെ റാങ്കിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. അതിനുശേഷം കേരളയുടെ റാങ്കിലൂടെ നിങ്ങൾക്ക് കേരളത്തിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണെന്നുള്ളതും മനസ്സിലാവും. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് വരും. ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എക്സാം എഴുതിയ എല്ലാ കുട്ടികളുടെയും റാങ്കിൽ നിങ്ങളുടെ റാങ്ക് കൺസിഡർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 100ാമത്തെ റാങ്കാണ്. 99ാമത്തെ റാങ്ക് കിട്ടിയിരിക്കുന്നത് ഒരു കർണാടകയിലുള്ള കുട്ടിയാണ്. ആൻഡ് 101ാമത്തെ റാങ്ക് കിട്ടിയിരിക്കുന്നത് എവിടെയെങ്കിലും ഡൽഹിയിലുള്ള ഒരു കുട്ടിയാണ്. എവിടെയെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും തമിഴ്നാട് ആയിക്കോട്ടെ. ഓക്കെ, 102ാമത്തെ റാങ്ക് കിട്ടിയിരിക്കുന്നത് എഗെയിൻ കേരളയിലുള്ള ഒരു കുട്ടിയാണ്. ഇങ്ങനെ കരുതുക. ഈ റാങ്ക് ലിസ്റ്റിൽ, ഇത് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് ആണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ യൂണിയൻ ടെറിട്ടറീസിലെ നീറ്റ് എക്സാം എഴുതിയ എല്ലാ കുട്ടികളും ഇതിൽ കാണും. ഇതിൽ കേരളത്തിലെ കുട്ടികളെ മാത്രം ഇങ്ങോട്ടേക്ക് എടുത്ത് സോർട്ട് ചെയ്യും, അല്ലെങ്കിൽ കേരളത്തിന്റെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന ആ ഒരു കുട്ടികളെ മാത്രം ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് വരും. അതാണ് കേരളത്തിന്റെ റാങ്ക് ലിസ്റ്റ്. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റിന്റെ റാങ്ക് ലിസ്റ്റ്. ഈ റാങ്ക് ലിസ്റ്റിൽ കൂടിയും ഓൾ ഇന്ത്യ തലത്തിൽ കൂടിയും രണ്ട് അലോട്ട്മെന്റ് പ്രോസസ് ആണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യത്തെ അലോട്ട്മെന്റ് പ്രോസസ് ആണ് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ്. അതാണ് ആദ്യം നടക്കാൻ പോവുക. ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആണ്. ഈ ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ നിങ്ങളോടൊപ്പം മത്സരിക്കാൻ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റിലെ എല്ലാ കുട്ടികളും, നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ കുട്ടികളും കാണും. അപ്പൊ ഈ അലോട്ട്മെന്റ് വിളിക്കുമ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും. അലോട്ട്മെന്റ് തുടങ്ങിയാൽ ഈ അലോട്ട്മെന്റിലൂടെ ഇന്ത്യയിലുള്ള എയിംസ് കോളേജുകൾ, 20ലധികം വരുന്ന എയിംസ് കോളേജുകളിലേക്ക്, ഇപ്പൊ എയിംസ് ഡൽഹി, എയിംസ് മധുരയൊക്കെ നിങ്ങൾ കേട്ടിരിക്കും, ആ എയിംസ് കോളേജുകളിലേക്ക് ഈ ഒരു അലോട്ട്മെന്റിലൂടെയാണ് അഡ്മിഷൻ കിട്ടുക. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലത്തെ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ജാമിയ, ഇവിടേക്കൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും ഈ ഒരു അലോട്ട്മെന്റ് ത്രൂ ആണ് MBBSനുള്ള അഡ്മിഷൻ നടക്കുക. MBBSനോടൊപ്പം തന്നെ നഴ്സിംഗും വിവിധ കോഴ്സുകളും ഈ അലോട്ട്മെന്റിൽ തന്നെ നടക്കും. ഡൽഹി യൂണിവേഴ്സിറ്റി കോട്ട, രണ്ട് ജിപ്മർ കോളേജുകളുണ്ട്. ഇവിടേക്കുള്ള സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആൻഡ് AFMC, ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതൊക്കെ ഈ ഒരു അലോട്ട്മെന്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത്. ദെൻ ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, അതായത് പ്രൈവറ്റ് കോളേജുകളാണ്, സ്വയംഭരണാവകാശമുള്ള, അത്യാവശ്യം നല്ല രീതിയിൽ ഫീസ് ആയിരിക്കും അവിടെ. ESI കോട്ടയിലേക്കുള്ള അലോട്ട്മെന്റ് പ്രോസസ് ഒക്കെ നടക്കുന്നത് ഈ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ത്രൂ ആണ്. MCCയുടെ വെബ്സൈറ്റ് ത്രൂ ആണ് ഇതിലേക്കൊക്കെയുള്ള അഡ്മിഷൻ പ്രോസസ്സ് നടക്കുക. അപ്പൊ എങ്ങനെ ഇവിടേക്ക് അപ്ലൈ ചെയ്യുമെന്ന് ചോദിച്ചാൽ, അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യും.
വിവിധ ഘട്ടങ്ങളിലായിട്ടായിരിക്കും അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുക. അപ്പോൾ അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പ്ലസ് വണ്ണിലേക്ക് കയറുമ്പോഴൊക്കെ പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷന് അലോട്ട്മെന്റ് കൊടുത്തില്ലേ, അതേപോലെ തന്നെയുള്ള ഒരു അലോട്ട്മെന്റ് പ്രോസസ്സാണ്, ഒരു കൗൺസിലിംഗ് പ്രോസസ്സാണ് നീറ്റിന് വേണ്ടിയിട്ടും നടക്കുക. നമ്മൾ സ്കൂളും അതേപോലെ സ്കൂളിൻ്റെ കോഡും ഒക്കെ ഓപ്റ്റ് ചെയ്ത് കൊടുത്തു, നമുക്ക് വേണ്ട പ്രയോറിറ്റി അനുസരിച്ച് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെയും നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ കൊടുക്കാൻ പോവാണ്. അപ്പോൾ കൊടുക്കുന്ന ടൈമിൽ ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ് നടക്കുന്ന ടൈമിൽ ഈ ഓരോ സീറ്റിലേക്കും നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അവർ ചോദിക്കും നിങ്ങളോട്, നിങ്ങൾക്ക് എയിംസ് വേണോ, വേണമെങ്കിൽ അവിടെ ടിക്ക് ചെയ്യുക. നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് വേണോ, അവിടെ ടിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ജിപ്മർ വേണോ, അവിടെ ടിക്ക് ചെയ്യുക. നിങ്ങൾക്ക് AFMC വേണോ, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിലേക്ക് ജോയിൻ ചെയ്യണോ, അത് നിങ്ങൾ ടിക്ക് ചെയ്യുക. പക്ഷേ AFMCക്കൊക്കെ വേറെ പ്രൊസീജിയർ ഉണ്ട്. ഈ നീറ്റ് സ്കോർ മാത്രമല്ല, അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാമും അതേപോലെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതാണ് AFMCയുടെ കോഴ്സിനെ കുറിച്ചൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട കോളേജുകൾ നമുക്ക് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആൻഡ് ഓപ്ഷൻസ് നമ്മുടെ പ്രയോറിറ്റി ബേസിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കും അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുക ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴിയാണ്. ഓക്കെ, നമ്മൾ പ്ലസ് വണ്ണിലേക്ക് കയറുമ്പോൾ എന്ത് അലോട്ട്മെന്റ് ആണോ അണ്ടർഗോ ചെയ്തത്, അതുപോലെ ഓൾ ഇന്ത്യ തലത്തിൽ നടക്കുന്ന ഒരു അലോട്ട്മെന്റ് പ്രോസസ്സാണ്. അപ്പോൾ ഈ സീറ്റുകൾ മാത്രമല്ല ഓൾ ഇന്ത്യ കൗൺസിലിംഗിൻ്റെ അണ്ടറിലുള്ളത്. ഇപ്പോൾ കേരളത്തിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലത്തെ അല്ലെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് പോലത്തെ കോളേജുകളുടെ 15% സീറ്റ്, ഫോർ എക്സാമ്പിൾ ഒരു കോളേജിൽ 100 സീറ്റാണെന്ന് കരുതുക. ആ 100 സീറ്റിൽ 15 സീറ്റും ഈ ഒരു അലോട്ട്മെന്റ് വഴി, ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് വഴി, ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴിയാണ് നടക്കുക. ഈ സീറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓൾ ഇന്ത്യ കോട്ട സീറ്റുകൾ. ബാക്കി വരുന്ന 85 സീറ്റ് ആ സ്റ്റേറ്റിലെ കുട്ടിക്കുള്ളതാണ്. ഓക്കെ, അതായത് 100 സീറ്റിൽ 15 സീറ്റ് ഇന്ത്യയിലെ ഏത് കുട്ടിക്കും, നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റേറ്റുകളിലെയും യൂണിയൻ ടെറിട്ടറീസിലെയും ഏത് കുട്ടിക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളോട് കൂടി മത്സരിക്കാൻ തമിഴ്നാട്ടിലെ കുട്ടി കാണും, കർണാടകയിലെ കുട്ടി കാണും, അല്ലെ ഡൽഹിയിലെ കുട്ടി, പലയിടത്തെയും കുട്ടികൾ, പല സ്ഥലങ്ങളിലെ പല പ്ലേസസിലെ കുട്ടികൾ കാണും. വിവിധ സംസ്ഥാനങ്ങൾ, അവിടെ ഓരോ സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലങ്ങളിലെ കുട്ടികൾ കാണും. ഓക്കെ, ആൻഡ് അതുകൂടാതെ ബാക്കി വരുന്ന 85 സീറ്റ്, 100ൽ 85 സീറ്റ് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഓക്കെ, അവിടെ പല പല സ്ഥലങ്ങളിലെ കുട്ടികളൊന്നും നിങ്ങളുടെ കൂടെ മത്സരിക്കാനില്ല. കേരളത്തിൻ്റെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ബാക്കി 85 സീറ്റ്. ഇവിടെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ കാര്യമാണ് പറഞ്ഞത്. കോഴിക്കോട് പോലത്തെ, തിരുവനന്തപുരം പോലത്തെ, ഇടുക്കി പോലത്തെ, കോട്ടയം പോലത്തെ മെഡിക്കൽ കോളേജുകളുടെ മുഴുവൻ സീറ്റിൻ്റെ 85% സീറ്റ് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ബാക്കി 15% സീറ്റ്സിൽ വിവിധ സ്ഥലങ്ങളിൽ, ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ വിവിധ പ്രദേശങ്ങളിലെ കുട്ടികൾ നിങ്ങളുടെ കൂടെ മത്സരിക്കാൻ കാണും. അവരുടെ റാങ്കിനോട് മത്സരിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെയൊക്കെ അഡ്മിഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സിംഗിൾ ആയിട്ടുള്ള അലോട്ട്മെന്റ് പ്രോസസ്സാണ് നടക്കുക. ഈ 15% സീറ്റുകളും ഓൾ ഇന്ത്യ കോട്ട, ഓൾ ഇന്ത്യ കൗൺസിലിംഗിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓൾ ഇന്ത്യ കോട്ട സീറ്റുകൾ, എയിംസിൻ്റെ സീറ്റുകൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ സീറ്റുകൾ, ജിപ്മറിൻ്റെ സീറ്റുകൾ, ഡീംഡ് യൂണിവേഴ്സിറ്റീസിലെ സീറ്റുകളെല്ലാം ഒരേ അലോട്ട്മെന്റ് പ്രോസസ്സിലാണ് വരുന്നത്. ബാക്കി വരുന്ന 85% സീറ്റുകളും അതേപോലെ നമ്മുടെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, ഇവിടെയുള്ള പ്രൈവറ്റ് കോളേജുകളിലേക്കുള്ള സീറ്റുകളിലേക്കും അഡ്മിഷൻ നടക്കുക സ്റ്റേറ്റ് കൗൺസിലിംഗ് വഴിയാണ്. നമ്മുടെ എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള ce.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ കേരളത്തിൻ്റെ ഒരു രീതി പ്രകാരമായിരിക്കും, റൂൾ പ്രകാരമായിരിക്കും അലോട്ട്മെന്റ് പ്രോസസ്സ് അവിടേക്ക് നടക്കുക. റെഡി? ബാക്കി വേറെ ഒരുപാട് അലോട്ട്മെന്റ് പ്രോസസ്സുകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ വെറ്റിനറിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കാണും. യെസ്, അതേപോലെ അതിൻ്റെ ഓൾ ഇന്ത്യ കോട്ടയുടെ അലോട്ട്മെന്റ് സെപ്പറേറ്റ് തന്നെയാണ് നടക്കുക. അതേപോലെ അഗ്രികൾച്ചർ, പല 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 ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പല പല അലോട്ട്മെന്റുകൾ, ഓൾ ഇന്ത്യ തലത്തിൽ പല അലോട്ട്മെന്റും നമുക്ക് പോസിബിൾ ആണ്. കേരളത്തിൻ്റെ ഒരേ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സ് അങ്ങനെ നടക്കും. ഓൾ ഇന്ത്യ ലെവലിൽ പല അലോട്ട്മെന്റ് പ്രോസസ്സുകൾ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന വീഡിയോസിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിവേ, ഈ കോഴ്സുകളിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ നീറ്റ് സ്കോർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. റിപ്പീറ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഈ കോഴ്സുകളിലേക്ക് പോകാനുള്ള സ്കോർ നിലവിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ ഇനിയും വരും. വീണ്ടും കാണാം. ബൈ.